വിവാദമായ പൊതിച്ചോറ് പരാമർശമടക്കമുള്ള ജി സുധാകരൻ എംഎൽഎയുടെ പ്രസ്താവനകൾക്കും പ്രവൃത്തികൾക്കുമെതിരെ സിപിഎമ്മിന്റെ പ്രതിഷേധം. എംഎൽഎയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. അടിക്കേണ്ടി വരുമെന്ന് സിപിഎം അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി. സുധാകരൻ പിരിച്ച കോടികളുടെ കണക്ക് നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാമെന്നും പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് പറയാൻ ഇയാൾ ആരായെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നാൽ അമ്പലപ്പുഴക്കാരുടെ രീതി അറിയാമല്ലോ എന്നും ആർ നാസർ. ആ വർഗവഞ്ചകന് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത്? പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് എന്താ പറയുന്നത്? ഇയാൾ ആരാണ് ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പറയുക? ഇതൊരു ദൗർബല്യമായി കാണരുത്. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാർ നടന്ന ഈ അമ്പലപ്പുഴയുടെ പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴ എംഎൽഎ ആണ് എന്തോന്നൊന്നും ആരും നോക്കത്തില്ല. അവര് ആൾക്കാർ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഇന്നലെയായിരുന്നു പൊതിച്ചോറിനെതിരായിട്ടുള്ള പരാമർശം. സ്കൂളിലെത്തിയപ്പോൾ അവിടെ സിപിഎം പ്രവർത്തകർ ജി സുധാകരന് നേരെ തർക്കിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ പ്രതിഷേധം പൂർണ്ണമായും അവസാനിച്ചു അവിടെ, അതോ ഇപ്പോഴും അവിടെ തുടരുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഒരാഴ്ചക്കിടെ 4 വിഷയങ്ങളിലാണ് സിപിഎമ്മും ജി സുധാകരനും എതിർപക്ഷത്ത് വന്നത്. ഒന്ന്, എം വി ഗോവിന്ദനെതിരെ ജി സുധാകരൻ നടത്തിയ പ്രസ്താവന. 2, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലങ്ങളിൽ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ നിയമനങ്ങൾ. 3, പൊതിച്ചോറ്. ഏറ്റവും ഒടുവിലായി നമ്മൾ ഇന്നലെ കണ്ട നീർക്കുന്നം സ്കൂളിൽ സിപിഎമ്മിന്റെ പഞ്ചായത്ത് അംഗങ്ങളും ജി സുധാകരനും അദ്ദേഹത്തിന്റെ അനുയായികളും തമ്മിലുണ്ടായ വാക്കേറ്റവും കയ്യേറ്റവും. ഈ 4 വിഷയങ്ങൾക്കെതിരിലാണ് ഇന്ന് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സിപിഎം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി സുധാകരന്റെ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ജി സുധാകരൻ പാർട്ടി വിട്ടതിനു ശേഷം 2ാം തവണയാണ് അദ്ദേഹത്തിനെതിരെ സിപിഎം ഇങ്ങനെ പരസ്യമായി രംഗത്തുന്നത്. ആദ്യം ജി ഭുവനേശ്വരൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു പരസ്യമായ പ്രതിഷേധം. ജില്ലാ സെക്രട്ടറി ആർ നാസർ, മുൻ MLA H സലാം അടക്കമുള്ള നേതാക്കളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. അക്ഷയ് പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ 100-കണക്കിന് പ്രവർത്തകരുണ്ട്. അവർ പ്രകടനമായി കടന്നു വന്ന് ജി സുധാകരന്റെ ഓഫീസിന് 50 മീറ്റർ മുന്നിലായിട്ട് ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് മറിച്ചിടാൻ ചെറിയ രീതിയിൽ പ്രവർത്തകർ ശ്രമിച്ചു. നേതാക്കൾ ഇടപെട്ടവരെ ശാന്തരാക്കുകയായിരുന്നു. തുടർന്ന് സംസാരിച്ച ഏരിയ സെക്രട്ടറി ഹംദിയാണ് ജി സുധാകരൻ നാക്ക് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നാവിൽ ആണി അടിക്കും എന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയതിനു ശേഷം സംസാരിച്ച ആർ നാസറും H സലാമും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജി സുധാകരനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. H സലാം പ്രധാനമായിട്ടും ഉന്നയിച്ചത് അതായത് H സലാം മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കൊന്നും പാർട്ടിയെ ഏൽപ്പിച്ചിട്ടില്ല. ആ കണക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ ജി സുധാകരൻ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താൻ പാടുള്ളൂ. നേതാക്കൾക്കെതിരെ, സിപിഎമ്മിന്റെ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഇനിയും ഉന്നയിച്ചാൽ, രാഷ്ട്രീയപരമായ ആരോപണങ്ങളല്ല, ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തിരിച്ചും അതേ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ള മുന്നറിയിപ്പും H സലാം പ്രസംഗത്തിൽ നടന്നിട്ടുണ്ട്. മാർച്ച് അവസാനിച്ചിട്ടില്ല. H സലാം മുൻ അമ്പലപ്പുഴ MLA H സലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്നലെ പൊതിച്ചോറിനെതിരെയൊക്കെ വലിയ പരാമർശമുണ്ടായിരുന്നു. പൊതിച്ചോറുമായി ഒരു സംഘടനയെയും ഭക്ഷണവുമായി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കരുത്, ചോറും കഞ്ഞിയും വെള്ളവും നൽകിയതിനു ശേഷം അവിടെ കൊടികുത്തും എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ പിന്നാലെയാണിപ്പോൾ സിപിഎമ്മിന്റെ പ്രതിഷേധം നമ്മൾ ആലപ്പുഴയിൽ കാണുന്നത്.